ഹായ് അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നമ്മൾ നോമ്പിനെടുത്ത് വെച്ച വീഡിയോ കേട്ടോ. ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവണില്ലേ? ഇപ്പം നമ്മൾ ഇത്ര ഐറ്റം ജ്യൂസും വെള്ളമൊന്നും ഇപ്പം നമ്മൾ ഉണ്ടാക്കില്ലല്ലോ അല്ലേ? ഏതെങ്കിലും ഒരു ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിച്ചല്ലാതെ അപ്പം നമ്മൾക്ക് എത്ര വെള്ളം ഉണ്ടെങ്കിലും തികയില്ലല്ലോ. അപ്പം നമ്മൾ ബീഫ് കറി വെക്കാനായിട്ട് കൊണ്ടുവന്നതായിരുന്നു കേട്ടോ, അന്ന് പത്തിരിക്ക് വേണ്ടിയിട്ട്. അപ്പം ഞാനത് വെച്ചിട്ട് നമ്മൾക്കൊന്ന് ബിരിയാണി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് അരി ഉണ്ടായിരുന്നു, ഒരു 1.5 കിലോൻ്റെ അധികം ഉണ്ട് കേട്ടോ അരി. അപ്പോൾ അരി ഇട്ടിട്ട് നമ്മൾക്ക് ഇതിട്ട് ബിരിയാണി വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ 1 കിലോ അരിക്ക് 1 കിലോ ഇറച്ചി അങ്ങനെയൊക്കെയാണല്ലോ ബിരിയാണിക്ക് എടുക്കല്. അപ്പോൾ ഇത് കുറച്ച് ഇറച്ചിയേ ഉള്ളൂ, കൂടുതൽ അരിയുണ്ട്. അപ്പോൾ ഇതിട്ടിട്ട് നമ്മൾക്ക് ബിരിയാണി ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നിങ്ങൾ ബിരിയാണി ശരിയാകുമെന്നുണ്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ സവാള 1 കിലോ എടുത്തതിന് ഒരു 2-3 സവാള ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഒരു 2-3 എണ്ണം അതങ്ങനെ വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് കുറച്ച് പച്ചമുളക് ചതച്ചത്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്. നമ്മൾ കറി വെക്കണേക്കാളും കുറച്ച് കൂടുതലൊക്കെ ഇതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നാലും അതിൻ്റെ കണക്കിനനുസരിച്ചിട്ടൊന്നുമില്ല, ഇറച്ചി കുറവല്ലേ. പിന്നെ ഒരു 3-4 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വഴന്ന് വരുമ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ, അത് വഴന്ന് കിട്ടാൻ. 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും ഒരു 3/4 ടീസ്പൂണ് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, നമ്മൾ പൊടിച്ചെടുത്തത്. എന്നിട്ട് ഇനി ഇതൊന്ന് വഴന്ന് വരുമ്പോൾ നമ്മളതിലേക്ക് നമ്മളെ ബീഫ് കുക്കറിലിട്ടിട്ട് ഒരു 4-5 വിസിൽ വെച്ച് വേവിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബീഫും വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് കുറച്ച് വറ്റി വന്നിട്ടുണ്ട്, നല്ലോണം വറ്റാൻ നിൽക്കരുത്. എന്നിട്ട് നമ്മൾ വറ്റിച്ച് വെച്ച അരിട്ട് കൊടുക്കുക. ഇത് നമ്മൾ 1 കപ്പിന് 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ട് വറ്റിച്ചെടുത്തിക്കുന്നത്. പട്ട, ഗ്രാമ്പു, ഏലക്കായ്, കുറച്ച് നാരങ്ങ നീര്, കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒക്കെ ഒഴിച്ചിട്ടാണ് ഇത് വറ്റിച്ചെടുത്തിക്കുന്നത്. ഇതിൽ നെയ്യ് വേണമെങ്കിലും ചേർത്ത് കൊടുത്തിട്ട് വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ഒന്നും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ അത്രയും വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ നെയ്യ് ചേർക്കാത്തത്. പിന്നെ എനിക്ക് എണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് അധികം ഇഷ്ടം. പിന്നെ ഞാൻ അതിലേക്ക് ഉള്ളി പൊരിച്ചതും ക്യാരറ്റ്, മല്ലിച്ചപ്പ് അതൊക്കെ അതിൻ്റെ നടുക്ക് ഇട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള ചോറ് അതിൻ്റെ മുകളിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ സവാള ഫ്രൈ ചെയ്ത എണ്ണ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി അതിൻ്റെ മേലൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. ഈ സമയത്ത് നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നെയ്യൊന്നും ചേർത്തിട്ടില്ല. ഇനി നമ്മൾ ദമ്മിടാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ മേലേക്ക് കുറച്ച് കണൽ കോരിട്ട് കൊടുക്കുകയാണ് അടുപ്പിൽ നിന്ന്. അടുപ്പിൽ ബിരിയാണി വെക്കുന്നതാണല്ലോ ഏറ്റവും നല്ലത്. അപ്പോൾ അതിൻ്റെ മേലെ ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം കയറ്റി വെച്ചിരുന്നു കേട്ടോ. ഇഷ്ടികയൊക്കെ ഉണ്ടെങ്കിൽ വെച്ച് കൊടുത്താലും മതി. അപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ ഇതാ തുറന്നെടുത്തിട്ടുണ്ട്, ഒന്നൊന്നിൽ തൊടാതെ നല്ല ബിരിയാണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വെള്ളം വെക്കണ കറക്റ്റ് അളവൊന്ന് നോക്കിയാൽ മതി. ആദ്യമായിട്ട് വെക്കണവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തിളപ്പിച്ച് ഊറ്റിയെടുക്കരുത്, ഇതുപോലെ വറ്റിച്ചെടുത്താൽ മതി. അങ്ങനെ തിളപ്പിച്ച് ഊറ്റിയൊക്കെ എടുത്തിട്ട് എനിക്ക് ഒരുപാട് അക്കിടി വറ്റിയിട്ടുണ്ട് കേട്ടോ, ഞാനൊക്കെ ബിരിയാണി വെക്കാൻ തുടങ്ങിയ കാലത്ത്. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നുമില്ല. അപ്പം എങ്ങനെ ഇട്ടാലും പൂച്ച 4 കാലിൽ വീഴാറണമാതിരി ബിരിയാണി ശരിയാവും കേട്ടോ. അപ്പോൾ അതിങ്ങനെയാണ്, ഇത് ഈ വറ്റിച്ചെടുക്കലുകൊണ്ടാണ് നമ്മൾക്കത് ശരിയായിട്ട് വരുന്നത്. അപ്പോൾ ഇറച്ചി കുറവാണെങ്കിലും നമ്മളെ ബിരിയാണി നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവണില്ലേ, നന്നായിട്ടുണ്ട് കേട്ടോ. പിന്നെ ബീഫ് ബിരിയാണി എപ്പോഴും കുറച്ച് വെള്ള കളറിലിരിക്കുന്നതാണല്ലോ നല്ലത്. ഒരുപാട് മഞ്ഞൾ ഞാൻ ചേർക്കലില്ല. ആ ഇറച്ചിയിൽ മാത്രം കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുത്തത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളെ ബിരിയാണി കണ്ട. അപ്പോൾ ഇതുപോലെ ഇറച്ചിയൊക്കെ കുറവാണെങ്കിലും നമ്മളെ കുട്ടികൾക്ക് നമ്മൾക്കൊക്കെ ബിരിയാണി കഴിക്കാനായിട്ട് പൂതി ഉണ്ടാകുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കാനായിട്ടാണല്ലോ ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് മേശമ്മ കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചോറ് ആദ്യം വിളമ്പി എടുത്തിട്ടുണ്ട്. എനിക്കിങ്ങനെ വെള്ള കളറിലുള്ള ബിരിയാണിയാണ് അധികം ഇഷ്ടം. ഞാൻ മസാല അധികം എടുക്കലേ ഇല്ല. പിന്നെ അതിൻ്റെ അടിയിൽ നിന്ന് നമ്മൾ മസാല വേണമെങ്കിൽ ഇങ്ങനെ കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് ഇറച്ചിയൊക്കെ ഇട്ട് വെക്കുമ്പോൾ ഇങ്ങനെ മസാല വേറെ കോരിയെടുക്കാതെ ആ ചോറ് അതിൽ മൊത്തത്തിൽ കൂട്ടി ഇളക്കി എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും മറക്കരുത്. എന്താണെങ്കിലും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടോ, നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് എല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ അന്ന് ഇട്ടിട്ടുണ്ട്, ഇതിൻ്റെ ഫുള്ള് ഇട്ടിട്ടില്ല. അപ്പോൾ അന്ന് അതിനൊന്നും സമയമില്ല, പിന്നെ വെയിലും നോമ്പും ഒക്കെ ആയതുകൊണ്ട് നമ്മൾക്ക് അതിനൊന്നും സാധിച്ചില്ലല്ലോ. അങ്ങനെ ഒരു 2-3 വീഡിയോ ഒക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് വീണ്ടും കാണാം.